Good evening, children. Good evening, Aaron, Arathi, Vismaya, Gauri, Jishna, Sri Shakti, Arjun Krishna, Nikhil Rajan, Swati, Anugraha, Sanusha. Very good evening, children, and a warm welcome to another session of chemistry class. നമുക്ക് തുടങ്ങാം. റെഡി ആണോ? എല്ലാവരും ഓക്കെ ആണോ? Abhishek, Bhavya, Atira, hi. Ready. Yes. Abhinav, good evening. Atira, yes. Vijusha, good evening. Yes. Homework ഒന്നും തന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. And kindly remind me where we stopped in the last class. ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റിംഗ് ദ ഇക്വിലിബ്രിയം എക്സ്പ്രഷൻ. ശരിയാണോ മക്കളെ? റൈറ്റിംഗ് ദ ഇക്വിലിബ്രിയം എക്സ്പ്രഷൻ. ശരിയാണോ? ഇതാണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. യെസ്. അപ്പോൾ എല്ലാവരും നോട്ട് ബുക്ക് ഒന്ന് നോക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. പുസ്തകം നോക്കാതെ മെമ്മറിയിൽ നിന്ന് റിവൈസ് ചെയ്യാൻ കഴിയുമെങ്കിൽ വളരെ നല്ലത്. വി സ്റ്റാർട്ടഡ് ഫ്രം റിവേഴ്സിബിൾ റിയാക്ഷൻ, ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ? പിന്നെ എന്താണ് ഇക്വിലിബ്രിയം എന്ന അവസ്ഥയെക്കുറിച്ച് പറയേണ്ടായി. എ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം where all measurable properties, observable properties remain constant എന്ന് പറഞ്ഞു അല്ലെ? അതെപ്പോഴാണ് സംഭവിക്കുന്നത്? when the rate of forward reaction becomes equal to rate of backward reaction. ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡും തുല്യമാകുന്ന ഒരവസ്ഥയിലാണ് ഇക്വിലിബ്രിയം ഉണ്ടാവുക എന്ന് പറയേണ്ടായി അല്ലെ? ഇക്വിലിബ്രിയത്തിന്റെ അറ്റൈൻ ചെയ്യുന്ന 3 സിറ്റുവേഷൻസ് നമ്മൾ ഗ്രാഫ് വെച്ച് ചർച്ച ചെയ്യേണ്ടായി. റൈറ്റ്? ഒന്ന്, കുറച്ച് റിയാക്ടൻസും ധാരാളം പ്രോഡക്ട്സും ഫോം ചെയ്യുന്ന ഇക്വിലിബ്രിയം മാക്സിമം ഗോസ് ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. പിന്നൊന്ന്, പ്രോഡക്റ്റും റിയാക്ടന്റും ഏകദേശം തുല്യമായി നിൽക്കുന്ന ഒരവസ്ഥ. പിന്നൊന്ന്, റിയാക്ടൻസ് മാക്സിമം, അതുപോലെ പ്രോഡക്റ്റ് വളരെ കുറച്ച്. ഇക്വിലിബ്രിയം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റേറ്റിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന ഒരവസ്ഥയെ കുറിച്ച് പറയുണ്ടായി അല്ലേ? റൈറ്റ്. പിന്നീട് നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞത് ലോ ഓഫ് മാസ് ആക്ഷൻ. ലോ ഓഫ് മാസ് ആക്ഷൻ നമ്മൾ ചർച്ച ചെയ്തു. അവിടുന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ KC എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷനിലേക്ക് വന്നു. ഇതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. കുറെ റിയാക്ഷൻസിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം എന്ന് ഡിസ്കസ് ചെയ്തു. ആം ഐ റൈറ്റ്? ശരിയല്ലേ? നന്ദഗോപാൽ, വിസ്മയ, ദിയ, അനില, വർഷ, ഹായ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ചില കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്വിലിബ്രിയം എല്ലായ്പ്പോഴും ഡൈനമിക് ആണ് എന്ന് പറയുന്ന ഒരവസ്ഥയെ കുറിച്ച് ചർച്ച ചെയ്തു. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, ഡൈനമിക് ഇക്വിലിബ്രിയം എന്ന വാക്കുകളുടെ പ്രസക്തിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ശരിയല്ലേ? ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞത്. പിന്നെന്താണ്? സോളിഡ് സ്റ്റേറ്റ്, സോളിഡ് മാറ്റർ വന്നു കഴിഞ്ഞാൽ അതിന്റെ മോളാർ കോൺസെൻട്രേഷൻ 1 എന്നെടുക്കാം. അതുകൊണ്ട് സോളിഡ്സിന് ഇക്വിലിബ്രിയത്തിൽ റോൾ ഇല്ല എന്ന് പറയുണ്ടായി. റൈറ്റ്? എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയത് ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. എല്ലാവരും ആ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യുക. ഞാനത് വീണ്ടും ആവർത്തിച്ച് പറയാവുന്നതാണ്. റൈറ്റ്? നമുക്ക് ഏതാനും ഫിസിക്കൽ ഇക്വിലിബ്രിയം, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾസും എല്ലാം തന്നെ കെമിക്കൽ ഇക്വിലിബ്രിയെ കുറിച്ചാണ്. ഫിസിക്കൽ ഇക്വിലിബ്രിയയുടെ 1-2 എക്സാമ്പിൾസ് നമുക്ക് പരിചയപ്പെടാം. ഫിസിക്കൽ ഇക്വിലിബ്രിയം. ലെറ്റ് us familiarize with a few examples for physical equilibrium. ഫിസിക്കൽ ഇക്വിലിബ്രിയ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഐസ്
ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആയിട്ട് മാറുന്നു. ഐസ് മെൽറ്റ് ചെയ്ത് ലിക്വിഡ് വാട്ടർ ആയിട്ട് മാറുന്നു. നമുക്ക് ഇങ്ങനെ എഴുതാം, H2O സോളിഡ് കൺവേർട്ടഡ് ടു H2O ലിക്വിഡ്. ഇത് ഒരു ഇക്വിലിബ്രിയമാണ്. പ്രദീപ്, ഇതൊരു ഫിസിക്കൽ ഇക്വിലിബ്രിയ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ലിക്വിഡ് ഐസ് മെൽറ്റ് ചെയ്ത് സോളിഡ് ഐസ് മെൽറ്റ് ചെയ്ത് ലിക്വിഡ് വാട്ടർ ആയിട്ട് മാറുന്നു. അപ്പൊ ഈ ഫോർവേഡ് റിയാക്ഷൻ മെൽറ്റിംഗ് പ്രോസസ് ആണ്. ഫോർവേഡ് റിയാക്ഷൻ മെൽറ്റിംഗ് പ്രോസസ് ആണ്. ബാക്ക്വേർഡ് റിയാക്ഷൻ ഫ്രീസിംഗ് ആണ്. അറിയാലോ, ഫ്രീസിംഗ്. So there is a forward and backward reaction attaining a state of equilibrium. Forward reaction melting of ice ആണെങ്കിൽ backward reaction freezing of water ആണ്. റൈറ്റ്? ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ ഏതാണെന്ന് അറിയാമോ? ഏത് ടെമ്പറേച്ചറിലാണ് ഈ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് പറയാമോ? ജിനി, ഹായ്. ഏത് ടെമ്പറേച്ചറിലാണ് ഈ ഇക്വിലിബ്രിയം yes, 0 degree Celsiusലാണ്. It is maintained at a temperature 0 degree Celsius, that is 273 Kelvin ടെമ്പറേച്ചറിലാണ് ഐസ് വാട്ടർ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റൈറ്റ്? ഈ ചില സയൻസ് എക്സ്പെരിമെന്റിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഏതിലും അത് കണ്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഏതോ ഒരു TV ചാനലിലാണ് സയൻസ് എക്സ്പെരിമെന്റ്. രണ്ട് ഹ്യൂജ് ഐസ് ബ്ലോക്സ് അത് ഈ ക്രെയിൻ ഉപയോഗിച്ച് ഒരു ഐസ് ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. അതിന്റെ നടുവിലായിട്ട് ഒരു 2-3 റോപ്പ്, നല്ല കട്ടിയുള്ള റോപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിന്റെ മുകളിൽ വേറൊരു ഐസ് ബ്ലോക്ക് ക്രെയിനിലെടുത്ത് പ്ലേസ് ചെയ്യണം കറക്റ്റായിട്ട്. റൈറ്റ്? ഒരു കുറച്ച് സമയം, ഒരു ഏകദേശം 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവർ ഈ വെച്ചിരിക്കുന്ന റോപ്പിനെ അങ്ങനെ ടൈ ചെയ്തിട്ട് ഒരു ക്രെയിൻ കൊണ്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ഐസ് ബ്ലോക്ക് ഒറ്റ ഐസ് ബ്ലോക്ക് ആയിട്ട് മാറുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അല്ലെങ്കിൽ ഇത്തരം ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഒന്ന് ചിന്തിക്കുക. രണ്ട് ഐസ് ബ്ലോക്ക് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഒറ്റ ബ്ലോക്കായിട്ട് മാറും. എന്താണ് അവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ ആ രണ്ട് ഐസ് ബ്ലോക്ക് പ്രസ് ചെയ്യുമ്പോൾ ആ ഇന്റർഫേസിൽ പ്രഷർ വരുന്ന സമയത്ത് അവിടെ ഐസ് മെൽറ്റ് ചെയ്യും. എന്നാൽ ടെമ്പറേച്ചർ അവിടെ 0 ഡിഗ്രിയാണ്. ആ മെൽറ്റ് ചെയ്ത ലിക്വിഡ് വാട്ടർ തിരിച്ച് ഐസായിട്ട് മാറും. അപ്പൊ രണ്ട് ബ്ലോക്ക് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. അത് രണ്ട് ഐസ് ബ്ലോക്ക് ഒരൊറ്റ ഐസ് ബ്ലോക്ക് ആയിട്ട് മാറും. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ പ്രഷർ കൂടുന്ന സമയത്ത് ഒരു മെൽറ്റിംഗ് നടക്കും, തിരിച്ച് ഫ്രീസിംഗും നടക്കും. അപ്പോൾ രണ്ട് ഐസ് ബ്ലോക്ക് ഒറ്റ ഐസ് ബ്ലോക്ക് ആയിട്ട് മാറും. കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹായ് ആദർശ്. അത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒരു ഇക്വിലിബ്രിയം ആണ്. റൈറ്റ്? അപ്പൊ ഇക്വിലിബ്രിയം എല്ലായ്പ്പോഴും നമുക്ക് ഡൈനമിക് ആണ് എന്ന് പറയാം. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ് കിട്ടും. അടുത്ത ഒരു എക്സാമ്പിൾ നോക്കും മകള്. ലിക്വിഡ് വാട്ടർ H2O ലിക്വിഡ് ഈസ് കൺവേർട്ടഡ് ടു H2O ഗ്യാസ്, വേപ്പർ ആയിട്ട് മാറുന്നു. ഫോർവേഡ് റിയാക്ഷൻ എന്ത് പറയും? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് പറയും? ഒന്ന് പോസ്റ്റ് ചെയ്തേ. ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ മെൽറ്റിംഗ് ആണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ ഫ്രീസിംഗ് ആണ്. ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ എന്താ പറയുക? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താ പറയുക? ഒന്ന് പോസ്റ്റ് ചെയ്തേ. അതുപോലെ ഏത് ടെമ്പറേച്ചറിലാണ് ആ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്? ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. യെസ്, ഫോർവേഡ് വേപ്പറൈസേഷൻ എന്ന് പറയും. ബാക്ക്വേർഡിന് എന്താ പറയാ? ഫോർവേഡ് വേപ്പറൈസേഷൻ എന്ന് പറയും. ബാക്ക്വേർഡിന് എന്താ പറയാ? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താ പറയാ? ഫോർവേഡ് റിയാക്ഷൻ ഈസ് വേപ്പറൈസേഷൻ, ബാക്ക്വേർഡ് റിയാക്ഷൻ ഈസ് കണ്ടൻസേഷൻ. വെരി ഗുഡ്. ഇത് വേപ്പറൈസേഷൻ എന്ന് പറയും. വേപ്പറൈസേഷൻ എന്ന് പറയും. ബാക്ക്വേർഡ് റിയാക്ഷൻ കണ്ടൻസേഷൻ എന്ന് പറയും. At what temperature this maintain an equilibrium? 100 degree Celsius. Exactly. This happens at 100 degree Celsius. 100 ഡിഗ്രി സെൽഷ്യസ്, അതായത് 373 കെൽവിനിലാണ് ഈ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. റൈറ്റ്? ഇതൊക്കെ ഫിസിക്കൽ ഇക്വിലിബ്രിയാണ് കേട്ടോ. ഇതെല്ലാം ഫിസിക്കൽ ഇക്വിലിബ്രിയാണ്.
റൈറ്റ്. അതുപോലെ ഇപ്പോൾ ഡിസൊല്യൂഷൻ പ്രോസസ്സുകൾ ഇക്വിലിബ്രിയം സംഭവിക്കാം. പഞ്ചസാര വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നു, അതിന് ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവാം. നിങ്ങളൊരു ഗ്ലാസ്സിൽ എടുക്കുക, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. ആ പഞ്ചസാര നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യം പോലുമില്ല, അത് നന്നായിട്ട് പെട്ടെന്ന് ഡിസോൾവ് ചെയ്യും. റൈറ്റ്. ഈ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക. കുറച്ചുകൂടെ പഞ്ചസാര ആഡ് ചെയ്യുക, അതും പെട്ടെന്ന് ഡിസോൾവ് ചെയ്യും. വീണ്ടും ആഡ് ചെയ്യുക, അത് ഡിസോൾവ് ചെയ്യും. വീണ്ടും ആഡ് ചെയ്യുക. ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സമയവും നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഡിസൊല്യൂഷന്റെ സ്പീഡ് കുറഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. ആദ്യം കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തപ്പോൾ പെട്ടെന്ന് ഡിസോൾവ് ചെയ്തു, പിന്നെ ആഡ് ചെയ്തു. ഈച്ച് ടൈം വെൻ യു ആഡ് ഷുഗർ യു ക്യാൻ സീ ദ റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ പതുക്കെ കുറഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇളക്കിയൊക്കെ കൊടുക്കണം. മനസ്സിലായില്ലേ? അവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത് എ ഗുഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഷുഗർ. അതിനെ നമ്മൾ വിളിക്കുന്നത് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നാണ് വിളിക്കുക. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ സോൾവെന്റിന്റെ അളവ് കൂടുതലാണ്, സൊല്യൂട്ടിന്റെ അളവ് താരതമ്യേന കുറവാണ്. മനസ്സിലായോ? അവിടെ നടക്കുന്ന പ്രക്രിയ ഡിസൊല്യൂഷൻ പ്രോസസ്സാണ് നന്നായിട്ട് നടക്കുക. ദാറ്റ് ഈസ് ഷുഗർ പ്ലസ് വാട്ടർ. ഇവിടെയും നിങ്ങൾക്ക് ഒരു എന്ത് കാണാൻ സാധിക്കും? ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ആദ്യഘട്ടങ്ങളില് ഡിസൊല്യൂഷൻ നന്നായിട്ട് നടക്കും. ഡിസൊല്യൂഷൻ വിൽ ഹാപ്പൻ ഫാസ്റ്റ്. ഡിസൊല്യൂഷൻ കാരണം വെള്ളത്തിന്റെ അളവ് കൂടുതലും പഞ്ചസാരയുടെ അളവ് കുറവുമാണ്. അപ്പൊ കുറച്ച് പഞ്ചസാര ഇളക്കി കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ല, അല്ലാതെ തന്നെ ഡിസോൾവ് ചെയ്യും. അങ്ങനെ ഓരോ പ്രാവശ്യം ആഡ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളത്തിന്റെ അളവിന് പഞ്ചസാരയെ ഡിസോൾവ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ കുറെ കഴിയുമ്പോൾ ഇളക്കി കൊടുക്കണം. പിന്നെ ഇളക്കി കൊടുത്താലും അതിന്റെ ഡിസൊല്യൂഷൻ എത്തുന്ന ഒരു അതിനെ വിളിക്കുന്ന പേര് സാച്ചുറേഷൻ എന്നാണ് പറയുക. സാച്ചുറേഷൻ. ഒന്നാമത്തേത് അൺസാച്ചുറേഷൻ ആണ്. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ? നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഡിസൊല്യൂഷൻ ഫേവേഴ്സ്. ഈ ആരോ കണ്ട മനസ്സിലാവും എന്തോ? ഒരു വലിയ ഫോർവേഡ് ആരോയും ഒരു കുഞ്ഞ് ബാക്ക്വേർഡ് ആരോയും. ബാക്ക്വേർഡ് റിയാക്ഷൻ കാര്യമായിട്ട് ഇല്ല, ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. അതാണ് അവസ്ഥ. ഇതിങ്ങനെ ചെന്ന് എവിടെ എത്തും? ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. സാച്ചുറേറ്റഡ് സൊല്യൂഷനെ നമുക്ക് അണ്ടർ ഇക്വിലിബ്രിയം എന്ന് പറയാം. എപ്പോഴാണ് ഇക്വിലിബ്രിയം എത്തുന്നതെന്ന് ചോദിച്ചാൽ സാച്ചുറേറ്റഡ് കണ്ടീഷനിലാണ് ഇക്വിലിബ്രിയം എത്തുന്നത്. എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അണ്ടർ ഇക്വിലിബ്രിയം എന്നാണ് പറയുക. അവിടെ ഫോർവേഡ് റിയാക്ഷൻ ആയിട്ടുള്ള ഡിസൊല്യൂഷനും അതുപോലെ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിട്ടുള്ള പ്രസിപ്പിറ്റേഷനും ഒരേ അളവിൽ നടക്കുന്നത് കാണാൻ സാധിക്കും. ഫോർവേഡ് റിയാക്ഷൻ കോൾഡ് ഡിസൊല്യൂഷൻ. അതേസമയം ഡിസോൾവ് ചെയ്ത ഒരു വസ്തു തിരിച്ച് സോളിഡ് ആയിട്ട് തിരിച്ചു വരുന്ന പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരാണ്, എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം, പ്രസിപ്പിറ്റേഷൻ എന്ന് പറയും. സോ ഡിസൊല്യൂഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ ഹാപ്പൻസ് സൈമൾട്ടേനിയസ്ലി ഓൺ എ സെയിം റേറ്റ്. അത് ആ സൊല്യൂഷന്റെ ലിമിറ്റ് ആണ്. ആ ലിമിറ്റിന് പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. മനസ്സിലായോ? ചില സമയത്ത് നമ്മൾ എടുക്കുന്ന വാട്ടർ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അളവിലും കൂടുതൽ പഞ്ചസാര ഡിസോൾവ്ഡ് ആവും. മനസ്സിലായല്ലോ? നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. നിങ്ങളുടെ കയ്യിൽ 3 സാമ്പിൾ ഓഫ് വാട്ടർ ഉണ്ട്. ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുപ്പിച്ച വെള്ളം, പിന്നൊന്ന് സാധാരണ വെള്ളം, പിന്നൊന്ന് ഹോട്ട് വാട്ടർ. 3 സാമ്പിൾ ഓഫ് വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 3ലും പഞ്ചസാരയുടെ ഡിസൊല്യൂഷൻ കൂടുതൽ നടക്കുന്നത് എവിടെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല ഐസ് കോൾഡ് വാട്ടർ, നോർമൽ വാട്ടർ, ഹോട്ട് വാട്ടർ. ഇതിലെവിടെയാണ് പഞ്ചസാര പെട്ടെന്ന് ഡിസോൾവ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ശ്രദ്ധിക്കുക. ഹോട്ട് വാട്ടറിൽ പഞ്ചസാര പെട്ടെന്ന് ഡിസോൾവ് ചെയ്യും, ഓർ റാദർ എ ഗ്രേറ്റർ എമൗണ്ട് ക്യാൻ ഡിസോൾവ് ഇൻ ഹോട്ട് വാട്ടർ. അങ്ങനെ എക്സാക്ട്ലി ഒരു സംശയമില്ല. അപ്പോൾ അളവിൽ കൂടുതൽ പഞ്ചസാര ഡിസോൾവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറയും. സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ ഒരു സൊല്യൂഷന് ഡിസോൾവ് ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഡിസോൾവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അതിനെ സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറയും. ഇൻ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ precipitation will dominate. ഈ പറഞ്ഞു വന്നത് ഡിസൊല്യൂഷൻ എന്ന ഒരു ഫിസിക്കൽ പ്രോസസ്സിൽ നമുക്ക് ഇക്വിലിബ്രിയം സംസാരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ധാരാളം സോൾവെന്റും കുറച്ച് സൊല്യൂട്ടും, അതിനെ വിളിക്കുന്നത് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. അവിടെ ഫോർവേഡ് റിയാക്ഷൻ ഡിസൊല്യൂഷൻ ആണ് കൂടുതലും നടക്കുക. 2 ലിമിറ്റിംഗ് കണ്ടീഷൻ, അതിനെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അതാണ് ഇക്വിലിബ്രിയം. 3 അളവിലും കൂടുതൽ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്താൽ കിട്ടുന്ന ഒരവസ്ഥ, അതൊരു മെറ്റാസ്റ്റേബിൾ സിറ്റുവേഷൻ ആണ്. അതിനെ സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറയും. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ വേർ the precipitation will dominate. അളവിലും കൂടുതൽ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ തിരിച്ച് ഡിസോൾവ് ചെയ്ത ആള് തിരിച്ച് സോളിഡ് ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ള ഒരവസ്ഥ, അവിടെ precipitation ഡോമിനേറ്റ് ചെയ്യും എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ട്? ഇതെല്ലാം തന്നെ എന്താണ്? ഡൈനമിക് ആണ് എന്ന് പറയുകയാണ്. ഡൈനമിക്. മനസ്സിലായോ? ഈ ഡൈനമിക് ഇക്വിലിബ്രിയത്തിന്റെ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ 2-3 ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ കേസസ് ചർച്ച ചെയ്തു. 1 ഐസ് വാട്ടർ ഇക്വിലിബ്രിയം, 2 വാട്ടർ വേപ്പർ ഇക്വിലിബ്രിയം, 3 ഡിസൊല്യൂഷൻ ഓഫ് ഷുഗർ. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് നിരത്താൻ സാധിക്കും. ഓക്കെ അല്ലേ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ക്ലിയർ ആണോ? ഈ ഇക്വിലിബ്രിയം ഡൈനമിക് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ഉണ്ട് കേട്ടോ. ഇക്വിലിബ്രിയം ഡൈനമിക് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു രസകരമായിട്ടൊരു എക്സ്പെരിമെന്റ്. നമ്മൾ കുറച്ച് വെള്ളം എടുക്കാം. ആ വെള്ളത്തില് നമ്മൾ ഒരു കോർണറിലായിട്ട് നോർമൽ ഷുഗർ നമ്മൾ വെക്കുന്നു. ഒരു കോർണറിലായിട്ട് നമ്മൾ നോർമൽ ഷുഗർ വെക്കുന്നു. ദിസ് ഈസ് നോർമൽ ഷുഗർ. അല്ലെങ്കിൽ ഒരു നോർമൽ സബ്സ്റ്റൻസ് എക്സ്. ഷുഗർ എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു എളുപ്പത്തിന് പറയാം, നോർമൽ ഷുഗർ. അതേസമയം അതിൻ്റെ വേറൊരു വശത്തായിട്ട് ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഉള്ള ഒരു സാമ്പിൾ വെക്കുന്നു. ഇവിടെ കുറച്ച് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഉള്ള ഒരു സാമ്പിൾ വെക്കുന്നു. അതും ഷുഗർ തന്നെയാണ്. വേറൊരു സാമ്പിൾ ഷുഗർ തന്നെയാണ്, ഒരു എക്സ് ഡാഷ് എന്ന് പറയും. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് ഡാഷ്. ഇത് നോർമൽ ഷുഗർ ആണെങ്കിൽ ഇത് ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഉൾപ്പെടുന്ന ഒരു സാമ്പിൾ ആണ് എന്ന് കരുതുക. അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സിസ്റ്റം, ഷുഗറിന്റെ തന്നെ വേറൊരു സിസ്റ്റം എന്ന് കരുതുക. നമ്മൾ ഇത്തരം സാമ്പിൾസിൽ പറയുമ്പോൾ ഒന്നുകിൽ ഹൈഡ്രജന് പകരം ഡ്യൂട്ടീരിയം വരുന്ന സാമ്പിൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കാർബണിന്റെ തന്നെ റേഡിയോ ആക്റ്റീവ് സ്പീഷീസ് വരുന്നത് ഉപയോഗിക്കാം, ഓക്സിജന്റെ റേഡിയോ ആക്റ്റീവ് സ്പീഷീസ് വരുന്ന സാമ്പിൾസ് യൂസ് ചെയ്യാം. റൈറ്റ്? എന്തായാലും എക്സും എക്സ് ഡാഷും, ഷുഗറിന് പകരം നിങ്ങൾ വേറെ എന്തെങ്കിലും അസ്യൂം ചെയ്താലും നോ പ്രോബ്ലം. NaCl വേണമെങ്കിൽ വിചാരിച്ചോളൂ, കുഴപ്പമില്ല. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സാമ്പിൾ ആണെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ എളുപ്പമുണ്ട്, അത്രേ ഉള്ളൂ. എന്തായാലും എക്സും എക്സ് ഡാഷും ഇവരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഒരു കോർണറിലായിട്ട് എക്സ് വെച്ചു, മറ്റൊരു കോർണറിലായിട്ട് എക്സ് ഡാഷ് വെച്ചു. ഇത് സോൾവെന്റ് ആണ്, ഇത് സോൾവെന്റ് ആണ്. ഓക്കെ, നമ്മൾ ഇതിനെ അങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നിർത്തുകയാണെന്ന് വിചാരിക്കാം. ഇത് സസ്റ്റെയിൻ ചെയ്ത് നിർത്തുകയെന്ന് വിചാരിക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. എന്ത്? കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അവസ്ഥ എന്താണെന്നറിയോ?
after some time what you find is nothing but ഇവിടുത്തെ ഈ എക്സ് ഡാഷ് ഉണ്ടല്ലോ, ആ എക്സ് ഡാഷ് കുറച്ചൊക്കെ ഇവിടെയും വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇവിടുത്തെ എക്സ് ഉണ്ടല്ലോ, ഈ എക്സ് കുറെയൊക്കെ ഇവിടെയും നമുക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് വെച്ചിരുന്ന എക്സ് കുറച്ച് കഴിയുമ്പോൾ കുറെയൊക്കെ അപ്പുറത്തുള്ളതായിട്ട് കാണാൻ സാധിക്കും. അവിടെ വെച്ചിരുന്ന എക്സ് ഡാഷ് കുറെ കഴിയുമ്പോൾ കുറച്ചൊക്കെ ഇപ്പുറത്തേക്കും ഉള്ളതായിട്ട്, എന്ന് വെച്ചാൽ രണ്ടും കൂടെ മിക്സഡ് ആയിട്ട് മാറിയ, എന്നാൽ നമ്മൾ ഇളക്കിയിട്ടൊന്നുമില്ല, നമ്മൾ ഈ സിസ്റ്റത്തെ ഇളക്കിയിട്ടില്ല. ഒരു സ്പൂൺ ഇട്ടിട്ട് ഇളക്കിയതാണെങ്കിൽ അവര് മിക്സായി എന്ന് വിചാരിക്കാം. ഇളക്കാതെ അങ്ങനെ വെക്കാം. ഞാൻ പറഞ്ഞല്ലോ, സസ്റ്റെയിൻ ചെയ്യാം. ഒരു 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 ബ്ലോക്കായിട്ട്, ഒരു ക്രിസ്റ്റലായിട്ട് കിട്ടുമെങ്കിൽ ആ ഒരു ക്രിസ്റ്റൽ ഇവിടെയും ഒരു ക്രിസ്റ്റൽ ഇവിടെയും വെച്ചതായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. ഇളക്കാണ്ട്. ഇളക്കാതിരുന്നാൽ പോലും ആഫ്റ്റർ സം ടൈം യു ക്യാൻ സീ ഇവരുടെ മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതെങ്ങനെ സംഭവിച്ചു? ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നോക്കൂ, ഷുഗർ സോളിഡ് ആണ്, പ്ലസ് വാട്ടർ. ഇതെന്തായിട്ട് മാറി? ഷുഗർ സൊല്യൂഷൻ ആയിട്ട് മാറി. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ ഡിസൊല്യൂഷൻ ആണ്. ഫോർവേഡ് റിയാക്ഷൻ ഡിസൊല്യൂഷൻ ആണ്. ബാക്ക്വേർഡ് റിയാക്ഷൻ പ്രസിപ്പിറ്റേഷൻ ആണ്. നമ്മുടെ ഈ ഷുഗർ രണ്ടെണ്ണം ഉണ്ട്, എക്സും ഉണ്ട് എക്സ് ഡാഷും ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് എക്സ് ഡാഷ് രണ്ട് പോയിന്റ് നിന്നാണ് പോകുന്നത്. ഇവിടെ നോക്ക്, എക്സ് എന്തായിട്ട് മാറി? സൊല്യൂഷൻ ആയിട്ട് മാറി. ഇവിടുന്ന് എക്സ് ഡാഷ് സൊല്യൂഷൻ ആയിട്ട് മാറി. തിരിച്ച് അവർ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ അതാത് പൊസിഷനിലേക്ക് തന്നെ പോകണമെന്നുണ്ടോ? ഇവിടുന്ന് എക്സ് വന്നു, ഇവിടുന്ന് എക്സ് ഡാഷ് വന്നു. ഇവര് തിരിച്ചു പോകുമ്പോ ഞാൻ ഇവിടുന്ന് വന്നത്, ഇങ്ങോട്ട് തന്നെ പോകണം, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ എക്സും എക്സ് ഡാഷും തിരിച്ചു പോകുമ്പോ ഈ എക്സിന് ഇങ്ങോട്ടും വരാം, ഈ എക്സിന് ഇങ്ങോട്ടും പോവാം. അതുപോലെ ഈ എക്സ് ഡാഷിന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം, ഇങ്ങോട്ടും പോവാം. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ആ പറഞ്ഞ ശാസ്ത്രം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുണ്ടോ? പറയണത് മനസ്സിലാവുണ്ടോ? അപ്പൊ രണ്ടുപേര് ഡിസോൾവ് ചെയ്ത് സൊല്യൂഷനിലേക്ക് വന്നു. എക്സ് സൊല്യൂഷനിലേക്ക് വന്നു, എക്സ് ഡാഷ് സൊല്യൂഷനിലേക്ക് വന്നു. ഇനി അവർക്ക് തിരിച്ചു പോക്കുണ്ട്, പ്രസിപ്പിറ്റേഷൻ ഉണ്ട്. പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇവിടേക്ക് തന്നെ പോകണമെന്നില്ല, ഇവിടേക്കും പോവാം, ഇങ്ങോട്ടും വരാം. എക്സ് ഡാഷ് ഇങ്ങോട്ട് തന്നെ വരണമെന്നില്ല, ഇങ്ങോട്ടും വരാം, ഇങ്ങോട്ടും പോവാം. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ദിസ് ഈസ് എ ക്ലിയർ എവിഡൻസ് ഫോർ ദ ഡൈനാമിക് നേച്ചർ ഓഫ് ഈക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിന്റെ ഡൈനാമിക് നേച്ചർ വിശദീകരിക്കുന്ന ഒരു ക്ലാസിക് എക്സ്പെരിമെന്റ് ആണ് നിങ്ങൾ ഈ കേട്ടത്. ആർക്കും സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ, ഗുഡ്. യെസ്. അപ്പൊ ഇതൊക്കെയാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയയില് നമുക്ക് പറയാനും മനസ്സിലാക്കാനും ഉള്ള കാര്യങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് KC എന്ന എക്സ്പ്രഷനെ കുറിച്ചാണ്. KC എന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ. ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച എക്സ്പ്രഷൻ. ഇന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ഇപ്പൊ ഈ പറഞ്ഞതിലൊന്നും ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. എനി പോയിന്റ് ഓഫ് ആർഗ്യുമെന്റ് ഓർ എ ഡൗട്ട്. ഞാൻ ഈ ഡൗട്ട് എന്നതിനേക്കാളും പറയാൻ ആഗ്രഹിക്കുന്നത് ആർഗ്യുമെന്റ് എന്നാണ്. അതെന്താ സാർ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സയൻസ് ആണ്. സയൻസ് എപ്പോഴും ആർഗ്യുമെന്റ്സിന്റെ ഒരു സ്റ്റഡി ആവണം എന്നാണ് എൻ്റെ അഭിപ്രായം. സയൻസ് ഒരിക്കലും നമ്മളൊരു ബിബ്ലിക്കൽ ലാംഗ്വേജിൽ പഠിക്കേണ്ട വിഷയമേ അല്ല. എന്താ ബിബ്ലിക്കൽ ലാംഗ്വേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേദങ്ങളുടെ
പഠനം, ബൈബിൾ പഠനം, അല്ലെങ്കിൽ അതുമായി താരതമ്യം ചെയ്യാവുന്ന എന്തായാലും ശരി. എങ്ങനെ ജീവിക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നല്ല ഒരു ജീവിത യാത്രയിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, മനസ്സിലാവുണ്ടോ? കുറേ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. അതിനെ ബിബ്ലിക്കൽ ലാംഗ്വേജ് എന്നാ പറയുക. അതിൽ കാര്യമായി ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നല്ലൊരു ജീവിതത്തിലേക്ക് മൂവ് ചെയ്യാൻ എങ്ങനെയൊക്കെ ചെയ്യണം, മനസ്സിനെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കണം, ശരീരത്തിന് എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള കുറേയേറെ നിർദ്ദേശങ്ങൾ, അയൽക്കാരോട് എങ്ങനെ പെരുമാറണം, മറ്റ് ജീവജാലങ്ങളോട് എങ്ങനെ പെരുമാറണം, പ്രകൃതിയോട് എങ്ങനെ പെരുമാറണം, ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കുറേ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളൊന്നും നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നല്ലതാണെന്ന് തോന്നിയാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ ബിബ്ലിക്കൽ ലാംഗ്വേജ് എന്ന് പറയുക. ബൈബിള് പഠിക്കാന്ന്, അതാണ് അതിൻ്റെ ഉദ്ദേശം, അതാണ് ബിബ്ലിക്കൽ ലാംഗ്വേജ്. അതിൽ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഒരു കാര്യം എന്താണോ പറയുന്നത്, നല്ലതാണോ ചീത്തയാണോ, നല്ലതാണെന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കുക. അത് എന്ത് പഠനമായാലും ശരി. സയൻസ് പഠിക്കേണ്ടത് അങ്ങനെയല്ല. സയൻസ് ചോദ്യങ്ങൾ ചോദിച്ച് പഠിക്കണം. സയൻസ് ഇസ് എ സ്റ്റഡി ഓഫ് ആർഗ്യുമെന്റ്സ്. സയൻസിൽ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഗോ ഫോർ ആൻ ആർഗ്യുമെന്റ് ഓൺ എ സയന്റിഫിക് ബേസിസ് എ ന്യൂമറസ് നമ്പർ ഓഫ് ടൈംസ്. കണ്ടിന്യൂസ് ആയിട്ട് സയൻസിനെ കുറിച്ച് ആർഗ്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. അൾട്ടിമേറ്റ്ലി യു മേ നോട്ട് ബി എൻഡ് അപ്പ് വിത്ത് എനി റിസൾട്ട്. കീപ് ഓൺ ആർഗ്യൂയിങ് ഓൺ എ സയന്റിഫിക് കോൺസെപ്റ്റ്. Ultimately, you may not be coming into a conclusion. Not necessarily you get into a conclusion. But that is much, much better than accepting the fact without argument. So science എങ്ങനെ പഠിക്കണം? Keep on arguing on a concept. Keep on arguing on a concept. That is much, much better than settling the issue without argument. അപ്പോൾ ഒരു ഇഷ്യൂവിനെ ആർഗ്യുമെന്റ് കൂടാതെ സെറ്റിൽ ചെയ്യുന്നതിനേക്കാളും എത്രയോ വലിയൊരു സംഗതിയാണ് ഇതിങ്ങനെയാണ്, ഇത് പഠിച്ചു വെച്ചോട്ടോ എന്ന് പറയുന്നതിനേക്കാളും എത്രയോ വലിയൊരു സംഭവമാണ് എന്ത്? ആർഗ്യൂ ചെയ്യുക. ആർഗ്യൂ ചെയ്യുന്നത് സയൻസിൽ എപ്പോഴും എന്താ? ബ്രെയിൻ സ്റ്റോമിംഗ് ഓപ്പറേഷൻ എന്ന് പറയും. ബ്രെയിൻ സ്റ്റോമിംഗ് ഓപ്പറേഷൻ ദാറ്റ് ആക്ച്വലി ലീഡ് ടു വേരിയസ് റിസൾട്ട്സ്. ഒട്ടനവധി അസംഷൻസും റിസൾട്ട്സും തിയറികളും ഫാക്റ്റുകളും എല്ലാം നമ്മളെ തേടി എത്തിയിട്ടുള്ളത് ഇത്തരം ചിന്തകളിലൂടെയാണ്, ഇത്തരം ആർഗ്യുമെന്റുകളിലൂടെയാണ്. അപ്പൊ ഞാൻ ഡൗട്ട് എന്നതിലുപരിയായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആർഗ്യുമെന്റ്സ് എന്ന അർത്ഥത്തിലാണ്. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദ്യം ചോദിക്കുകയല്ല ചെയ്യുന്നത്. ഐ എം ഗിവിംഗ് യു ആൻ ഓപ്പർച്യൂണിറ്റി ടു തിങ്ക് ഓൺ ദ മാറ്റർ ആൻഡ് റെസ്പോണ്ട് ആൻഡ് ഇൻവോൾവ് യുവർ സെൽഫ് ഇൻ ദ ക്ലാസ്. അതാണ് അതിൻ്റെ ഉദ്ദേശം. കേട്ടോ? റൈറ്റ്. സോ കൈൻഡ്ലി കം അപ്പ് വിത്ത് ആർഗ്യുമെന്റ്സ് ഇൻ ദാറ്റ് സെൻസ്. അപ്പൊ ഈ ഭാഗം കഴിഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ്, ഡൗട്ട്സ് അയക്കുന്ന സമയത്ത് ഏത് പോർഷനെ കുറിച്ചാണ് എന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം. കാരണം മെസ്സേജ് വരുന്നത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കാം. സോ ഐ ക്യാൻ ഗോ ബാക്ക് ടു ദാറ്റ് ഏരിയ ആൻഡ് ഹാവ് എ റിവ്യൂ ഓൺ ദാറ്റ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് കെ പി എന്നൊരു ടേമിനെ കുറിച്ചാണ്. കെ പി. കെ സി എന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ആണ്. കെ പി എന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ ആണ്. കെ പി. കെ പി ഈസ് equilibrium constant in terms of partial pressure. അപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ല, പ്രഷർ നമ്മൾ ആർക്കാ പറയുക? ഗേഷ്യസ് കമ്പോണൻസിനെയാണ് നമ്മൾ പ്രഷർ പറയുക, അല്ലെ? അപ്പോൾ ഗേഷ്യസ് കമ്പോണൻസിനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഗേഷ്യസ് കമ്പോണൻസിന്റെ ഗേഷ്യസ് റിയാക്ഷൻസിനെ മെൻഷൻ ചെയ്യാനാണ് കെ പി എന്ന പ്രയോഗം നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേട്ടോ? Suppose you have a hypothetical reaction A moles of A plus B moles of B reversibly giving C moles of C plus D moles of D. എല്ലാവരും ഗ്യാസ് ആണെന്ന് വിചാരിക്കൂ. എല്ലാവരും ഗ്യാസ് ആണെന്ന് വിചാരിക്കാം. Then the equilibrium constant expression Kc നമ്മൾ എങ്ങനെ എഴുതിയത് ഓർക്കുന്നുണ്ടല്ലോ? Kc equal to
molar concentration of C to the power C at equilibrium, molar concentration of D to the power D at equilibrium, molar concentration of A to the power A at equilibrium, molar concentration of B to the power B at equilibrium. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇപ്പൊ പറയാൻ പോകുന്നത് കെ പി എന്ന ടേം ആണ്. കെ പി ഇസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് സി ടു ദ പവർ സി, പാർഷ്യൽ പ്രഷർ ഓഫ് ഡി ടു ദ പവർ ഡി, partial pressure of A to the power A, partial pressure of B to the power B, all at equilibrium. This is partial pressure of A at equilibrium. This is partial pressure of B at equilibrium. This is partial pressure of C, partial pressure of D at equilibrium. അല്ല സാറേ, എന്താ ഈ പാർഷ്യൽ പ്രഷർ എന്ന് വെച്ചാൽ? അതൊരു ചോദ്യമാണല്ലോ. പാർഷ്യൽ പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? അറിയാത്തവരുണ്ടാവാം. പാർഷ്യൽ പ്രഷർ എന്ന് വെച്ചാൽ എന്താണ്? നോക്കൂ, ഒരു ചേംബറിനകത്ത് ഗ്യാസ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഇതിന്റെ ടോട്ടൽ പ്രഷർ ഒരു 10 atm ആണെന്ന് വിചാരിക്കാം. റൈറ്റ്? ഇതില് എയുടെ കോൺട്രിബ്യൂഷൻ 2 atm ആണെന്ന് വിചാരിക്കുക. ബിയുടെ കോൺട്രിബ്യൂഷൻ 2 atm ആണെന്ന് വിചാരിക്കുക. സിയുടെയും ഡിയുടെയും കോൺട്രിബ്യൂഷൻ 3 atm ആണെന്ന് വിചാരിക്കാം. അപ്പൊ എന്തായി? പി ടോട്ടൽ ഈക്വൽ ടു പി എ പ്ലസ് പി ബി പ്ലസ് പി സി പ്ലസ് പി ഡി. നോക്കടാ, 10 equal to 2 plus 2 plus 3 plus 3. These individual values, ഇതിന് പറയുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ. ഒരു ടോട്ടൽ പ്രഷറിൽ യു ഹാവ് എ ഗേഷ്യസ് മിക്സർ. ഒരു ഗേഷ്യസ് മിക്സറിന്റെ ടോട്ടൽ പ്രഷറിൽ ഒരാളുടെ കോൺട്രിബ്യൂഷൻ എത്രയാണോ അതിനെയാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുക. ഒരു ചേംബറിനകത്ത് 4 ഗ്യാസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞത് വാല്യൂസ് ഒക്കെ മിയർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഒരു ചേംബറിനകത്ത് 4 ഗ്യാസ് ഉണ്ട്. ആ ചേംബറിലെ ടോട്ടൽ പ്രഷർ 10 atm ആണ് എങ്കിൽ അതിൽ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോ വാല്യൂസ് ആണ് എങ്കിൽ ആ വാല്യൂസിന് പറയുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ. ഇറ്റ് ഈസ് ദ പ്രഷർ കോൺട്രിബ്യൂഷൻ ഓഫ് വൺ ഗ്യാസ് ഇൻ എ മിക്സർ. ഒരു മിക്സറിൽ ഒരാളുടെ കോൺട്രിബ്യൂഷനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. So what is Kp? What is Kp? Pc to the power C, Pd to the power D, Pa to the power A, Pb to the power B. What is Pa, Pb, Pc, Pd? That is partial pressure of ABCD at equilibrium. അത് എപ്പോഴും പറയാൻ മറന്നു പോകരുത്. This is molar concentration ABCD at equilibrium. അപ്പോൾ Kc എന്ന് വെച്ചാൽ equilibrium constant in terms of molar concentration. Kp എന്ന് വെച്ചാൽ equilibrium constant in terms of partial pressure. Okay. അദ്വൈത സാർ, അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ ഒന്ന് പറഞ്ഞു തരാമോ? അയോണിക് പ്രോഡക്റ്റിലേക്ക് ഇന്ന് നമ്മൾ എത്തില്ല. അയോണിക് പ്രോഡക്റ്റിലേക്ക് നമ്മൾ ഒരു പക്ഷേ അടുത്ത ക്ലാസ്സിൽ എത്തും. നെക്സ്റ്റ് ക്ലാസ്സിൽ അയോണിക് പ്രോഡക്റ്റിന്റെ അങ്ങോട്ടേക്ക് എത്തും. നമ്മൾ അങ്ങോട്ടേക്ക് എത്തുന്നേ ഉള്ളൂ കേട്ടോ. വെയിറ്റ് അൻറ്റിൽ ദെൻ. അതു തീർച്ചയായിട്ടും അയോണിക് പ്രോഡക്റ്റ് എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്ന ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. അത് ഒരു പക്ഷേ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ ടോപ്പിക്കിലേക്ക് വരാൻ സാധ്യതയുണ്ട്. വെയിറ്റ് അൻറ്റിൽ ദെൻ. Is that clear, children? Is that clear? Now, suppose I am giving you
ആൻ എക്സ്പ്രഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന അതേപോലെ തന്നെ ഒരു എക്സ്പ്രഷൻ തരികയാണെങ്കിൽ ഒന്ന് വേഗം എഴുതണേടാ. N2 ഗ്യാസ് ആണ്, പ്ലസ് 3H2 ഗ്യാസ് ആണ്, റിവേഴ്സിബിളി ഗിവിംഗ് 2 അമോണിയ ഗ്യാസ് ആണ്. ഇതിന്റെ KP എക്സ്പ്രഷൻ മക്കളൊന്ന് വേഗം എഴുതാം. റൈറ്റ് ദ KP എക്സ്പ്രഷൻ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ KC എക്സ്പ്രഷൻ എഴുതിയതാണ്. എന്തായിരുന്നു കഴിഞ്ഞ ദിവസം KC എക്സ്പ്രഷൻ എഴുതിയത്? KC ഈസ് ഈക്വൽ ടു NH3 കോൺസെൻട്രേഷൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ N2 കോൺസെൻട്രേഷൻ ഇൻടു H2 കോൺസെൻട്രേഷൻ റേസ് ടു 3. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയതാണ്. Where this are molar concentration of nitrogen, hydrogen and ammonia at equilibrium. ഇത് എല്ലാവരും എഴുതി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് വെരിഫൈ. ദിസ് വിൽ ബി പാർഷ്യൽ പ്രഷർ ഓഫ് അമോണിയ റേസ് ടു 2 ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ ഇൻടു പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ റേസ് ടു 3. ശരിയായിട്ട് എഴുതിയവര് ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. തെറ്റിയവരുണ്ടെങ്കിൽ അതും പറയാം. തെറ്റിയവരുണ്ടെങ്കിൽ സധൈര്യം എവിടെയാണ് തെറ്റിയത് എന്നൊന്ന് പറഞ്ഞാൽ നന്നായി. കറക്റ്റായി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, ഗുഡ്, ബ്യൂട്ടിഫുൾ. ആരുടെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാ. എന്താണ് തെറ്റുപറ്റിയത്, എവിടെയാണ് തെറ്റുപറ്റിയത്? കമാ. ഇല്ല, എല്ലാവരുടെയും കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. യെസ്. ഇനി നമുക്ക് പരിശോധിക്കാനുള്ള വേറൊരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ഇപ്പോ സപ്പോസ് ഈ ഇക്വേഷൻ എല്ലാവർക്കും പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. PV ഈക്വൽ ടു nRT, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. പരിചയമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? PV ഈക്വൽ ടു nRT. കഴിഞ്ഞ ക്ലാസ്സിലും കഴിഞ്ഞ ചാപ്റ്ററിലും നമ്മൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചതാണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പരിചയമില്ലാത്തവരാരും കാണില്ല എന്നാണ് എൻ്റെ വിശ്വാസം. PV ഈക്വൽ ടു nRT. P എന്ന് വെച്ചാൽ പ്രഷർ, V എന്ന് വെച്ചാൽ വോള്യൂം, N ഈസ് നമ്പർ ഓഫ് മോൾസ്, R എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയും, T ഈസ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അല്ലേ? യെസ്. ഇനി നോക്കൂ, P ഈക്വൽ ടു N/V/RT എന്നെഴുതാം. ആൻഡ് P ഈക്വൽ ടു CRT. എന്താണ് ഈ N/V എന്ന് വെച്ചാൽ? N/V എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ആണ്, മോളാർ കോൺസെൻട്രേഷൻ ആണ്. മോൾ പെർ ലിറ്റർ, മൊളാരിറ്റി. മൊളാരിറ്റി M ഈക്വൽ ടു N/V പഠിച്ചതാണ്. അപ്പോ PV ഈക്വൽ ടു nRT ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ P ഈക്വൽ ടു N/V/RT എന്നാവും. അപ്പോ N/V എന്ന് വെച്ചാൽ മോളാർ കോൺസെൻട്രേഷൻ എന്ന് കിട്ടും. മോളാർ കോൺസെൻട്രേഷൻ എന്ന് കിട്ടും. Now you can write partial pressure of A equal to molar concentration of A. ഇങ്ങനെയാണ് എഴുതുക, ഇങ്ങനെ എഴുതാം. molar concentration of A into RT ഇങ്ങനെ എഴുതാം. അതുപോലെ partial pressure of B equal to molar concentration of B into RT എന്ന് എഴുതാം. partial pressure of C equal to molar concentration of C into RT എന്ന് എഴുതാം. partial pressure of D equal to molar concentration of D into RT എന്ന് എഴുതാം. എല്ലാവർക്കും അത് ക്ലിക്ക് ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. Now for the reaction, നേരത്തെ നമ്മൾ എഴുതി A moles of A plus B moles of B reversibly giving C moles of C plus D moles of D, where Kp equal to partial pressure of C raised to C, partial pressure of D raised to D, partial pressure of A raised to A, partial pressure of B raised to B. നേരത്തെ എഴുതിയതാ. ഇനി അതില്
ഈ എക്സ്പ്രഷൻ ഓരോന്നും ഇതില് ഫില്ല് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടേക്ക് എങ്ങനെ എത്തി എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പി വി ഈക്വൽ ടു എൻ ആർ ടി, പി ഈക്വൽ ടു എൻ ബൈ വി ആർ ടി. എൻ ബൈ വി എന്ന് വെച്ചാൽ മൊളാരിറ്റി ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഇൻറ്റു ആർ ടി. ആരുടെ കോൺസെൻട്രേഷൻ? പി എ കോൺസെൻട്രേഷൻ ഓഫ് എ ആർ ടി, പി ബി കോൺസെൻട്രേഷൻ ബി ആർ ടി, പി സി കോൺസെൻട്രേഷൻ സി ആർ ടി, പി ഡി കോൺസെൻട്രേഷൻ ഡി ആർ ടി. ഇത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് കിട്ടുവടാ? കെ പി ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു ആർ ടി റേസ് ടു സി, കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു ആർ ടി റേസ് ടു ഡി, concentration of A into RT raised to A, concentration of B into RT raised to B. ഇങ്ങനെ കിട്ടും. That means Kp equal to concentration of C raised to C, concentration of D raised to D by concentration of A raised to A, concentration of B raised to B, RT raised to C into RT raised to D by RT raised to A into RT raised to B. ഇങ്ങനെ കിട്ടും. നോക്ക്, C raised to C പുറത്തെടുത്തു, D raised to D പുറത്തെടുത്തു, A raised to A, B raised to B പുറത്തെടുത്തു. അതെന്തിനാ അങ്ങനെ എടുത്തത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി, ഡെറിവേഷണൽ ആസ്പെക്ട് എല്ലാവർക്കും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു സി, ആർ ടി റേസ് ടു ഡി, ആർ ടി റേസ് ടു സി പ്ലസ് ഡി ഡിവൈഡഡ് ബൈ ആർ ടി റേസ് ടു എ പ്ലസ് ബി എന്ന് എഴുതാം. കാരണം ഇത്രയും ഭാഗം എന്താണ്? കെ സി അല്ലേ? ഇത്രയും ഭാഗം എന്താണ്? കെ സി ആണ്. So Kp equal to Kc RT raised to C, RT raised to D, RT raised to C plus D, RT raised to A plus B എന്ന് കിട്ടും. And that will take you finally to എവിടേക്കെത്തും? ഇവിടേക്കെത്തും. Kp equal to Kc RT power C plus D minus A plus B എന്ന് എഴുതും. ഇനി ഇതെങ്ങനെയാ വിളിക്കുക എന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു കെ സി ആർ ടി പവർ ഡെൽറ്റ എൻ എന്നാണ് എഴുതുന്നത് അല്ലെ? എന്താ ഡെൽറ്റ എൻ? വാട്ട് ഈസ് ഡെൽറ്റ എൻ? ഡെൽറ്റ എൻ എന്ന് വെച്ചാൽ എന്താ? ഡെൽറ്റ എൻ ഈസ് സം ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ്. കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. മൈനസ് സം ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാ. അപ്പൊ സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെൽറ്റ എൻ. എന്താ ഡെൽറ്റ എൻ? സം ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ്. സം ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ്. ഇത് ഗ്യാസ് ആണെന്ന് പറഞ്ഞു, ഇത് ഗ്യാസ് ആണെന്ന് പറഞ്ഞു, ഇത് ഗ്യാസ് ആണെന്ന് പറഞ്ഞു, ഇത് ഗ്യാസ് ആണെന്ന് പറഞ്ഞു. സാറേ ഗ്യാസ് അല്ലെങ്കിലോ? അയാളെ എടുക്കണ്ട. ഗ്യാസിനെ മാത്രം എടുത്താൽ മതി. സോളിഡ് ഉണ്ടെങ്കിലോ വേണ്ട, ലിക്വിഡ് ഉണ്ടെങ്കിലോ വേണ്ട, ഗ്യാസ് മാത്രം എടുത്താൽ മതി. അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ്.
It is applicable only for gaseous components involved in a reaction. Suppose ഇയാൾ സോളിഡ് ആണെന്ന് വിചാരിക്കുക, അയാൾ ഈ പിക്ചറിൽ ഉണ്ടാവില്ല. So this is applicable only for gases. And finally, you get the expression Kp equal to Kc RT power delta N. എന്താ delta N? Sum of number of moles of gaseous products എന്ന് വെച്ചാൽ C plus D minus sum of number of moles of gaseous reactants എന്ന് വെച്ചാൽ A plus B. C plus D minus A plus B ആണ് എന്ത്? delta N. ക്ലിയർ ആയോ മക്കളെ? ഫൈൻ. ഇതിന്റെ അപ്ലിക്കേഷൻ തെർമോഡൈനമിക്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ഇതിന്റെ അപ്ലിക്കേഷൻ കുറേ റിയാക്ഷൻസ് എടുത്തിട്ട് തെർമോഡൈനമിക്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ അപ്ലിക്കേഷൻ പഠിച്ചതാണ്. ആ പേജിലേക്ക് ഒന്ന് പോയിട്ട് വന്നാൽ നന്നായിരിക്കും. എന്താണ് എക്സ്പ്രഷൻ? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. Delta H equal to delta U plus delta nRT. Taking variety of reactions, we have seen the application of that formula, how to apply delta N എന്നുള്ളത് നമ്മൾ പരിശീലിച്ചതാണ്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ അത് തന്നെ നമ്മൾ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുൻപ് ആ പേജിലേക്ക് ഒന്ന് പോയിട്ട് വരുമോ എല്ലാവരും? ആ പേജിലേക്ക് ഒന്ന് പോയിട്ട് വാ. ഏത്? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടിയുടെ അപ്ലിക്കേഷൻ കുറേ എക്സർസൈസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പേജിൽ എല്ലാവരും ഒന്ന് പോയി നോക്കിയിട്ട് തിരിച്ചു വരാം. അതൊന്ന് റീകളക്ട് ചെയ്താൽ പിന്നെ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ എല്ലാം ചെയ്തോളും. എക്സാമ്പിൾ 1, PCl5 giving PCl3 plus Cl2 gas. 2, CaCO3 solid giving CaO solid plus CO2 gas. 3, 2H2 gas plus O2 gas giving 2H2O liquid. 4, H2 gas plus I2 gas, you are getting 2HI gas. 5, H2 gas plus Cl2 gas reversibly giving 2HCl gas. ഇതിനൊക്കെ റിവേഴ്സിബിലിറ്റി കുറവാണ്, എന്നാലും ഒരു എക്സർസൈസ് എന്ന നിലയ്ക്ക് കിടക്കട്ടെ. 2A solid plus B gas, you are getting 3C gas plus 4D liquid. പിന്നെ N2 gas plus O2 gas giving 2NO gas. 8, SO2 gas plus O2 gas, you are getting 2SO3 gas. അടുത്തത് N2O4 gas giving 2NO2.
ഗ്യാസ്. ഒൻപതെണ്ണമായിട്ട് നിർത്തുമ്പോൾ ഒരു സുഖമില്ല. അപ്പൊ ഏതെങ്കിലും ഒന്നും കൂടെ എഴുതാടാ. 9 എണ്ണമായിട്ട് എഴുതുമ്പോൾ ഒരു ഗുമ്മില്ല. 10 NO പ്ലസ് O2 ഗിവിങ് NO2. അപ്പോൾ 2NO പ്ലസ് O2 ഗിവിങ് 2NO2. ഓക്കെ ആയില്ലേ? 4 ഓക്സിജൻ. എല്ലാം ഗ്യാസ് തന്നെ, എല്ലാം ഗ്യാസ്. ആൻസേഴ്സ് വരാൻ തുടങ്ങി. ഐ തിങ്ക് യു ആർ സെൻഡിങ് ദി ആൻസർ. വാട്ട് ഈസ് ഡെൽറ്റ എൻ? എല്ലാവരും ഡെൽറ്റ എൻ എന്താണ് അയക്കുന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കിട്ടോ? യെസ് വർഷ, ഹോപ്പ് വാട്ട് യുവർ സെന്റ് ഈസ് ഫസ്റ്റ് കേസ് ഡെൽറ്റ എൻ ഈസ് 1 ലൈക്ക് ദാറ്റ്. ഗുഡ് 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 ഗുഡ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ പരീക്ഷകൾക്ക് കാണുന്ന ഒരു എക്സർസൈസ് ആണിത്. കേട്ടോ? പരീക്ഷകൾക്ക് എപ്പോഴും നമ്മൾ കാണുന്ന ഒരു എക്സർസൈസ് ആണിത്. പ്ലീസ് ബി വെരി കെയർഫുൾ. തെറ്റിക്കാൻ ഒരു ചാൻസും ഇല്ല. തെറ്റിച്ചാൽ നല്ല ഇടി കിട്ടും. കേട്ടോ? തെറ്റിച്ചാൽ നല്ല ഇടി കിട്ടും. കാരണം ഇത് നമ്മൾ ഒരിക്കൽ പ്രാക്ടീസ് ചെയ്താ തെറ്റിക്കാതെ ചെയ്യാം. എല്ലാം ശരിയാക്കണം. കേട്ടോ? എല്ലാം ശരിയാക്കണം. ഡെൽറ്റ എൻ മാത്രം പറഞ്ഞാൽ പോരാ. ഡെൽറ്റ എൻ പറഞ്ഞ ഒപ്പം തന്നെ എക്സ്പ്രഷനും കൂടെ എഴുതുക. ഡെൽറ്റ എൻ കണ്ടുപിടിച്ച ഉടനെ എക്സ്പ്രഷനും കൂടെ എഴുതുക. എക്സാമ്പിൾ, ഒന്നാമത്തേതിൽ ഡെൽറ്റ എൻ 1 + 1 2 - 1 ഇറ്റ് ഈസ് 1. ഉടനെ എക്സ്പ്രഷൻ എഴുതുക. KP = KCRT പവർ ഡെൽറ്റ എൻ എന്നാണ്. ദാറ്റ് ഈസ് KC × RT. KP = KC × RT. അങ്ങനെ എക്സ്പ്രഷനും കൂടെ ഫിനിഷ് ചെയ്യാം. ഡെൽറ്റ എൻ കിട്ടിയാൽ ഉടനെ ആ ഇക്വേഷനും കൂടെ എഴുതുക. KP = KCRT or KP/KC = RT like that. ഐ ഹോപ്പ് എല്ലാവരുടെയും 10 എണ്ണം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. യെസ്, ആരതിയുടെ 6 കാണുന്നുണ്ട്. അഭിനവ് 7 ഉണ്ട്, എത്തി. അഭിനവ് 8ലേക്ക് എത്തി. യെസ്, ചിലവരുടെ മെസ്സേജ് ഡിലേ ആയതുകൊണ്ടായിരിക്കാം 2ഉം 3ഉം ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അഭിനവ് 9 എത്തി. ദിയ 3, അനില 3. പോരട്ടെ. And ultimately I want to see how many of you got full correct. 10 എണ്ണം ശരിയാക്കിയ ആൾക്കാരെ എനിക്കൊന്ന് കാണണം. തെറ്റിച്ചവരുണ്ടെങ്കിൽ ഏതാണ് തെറ്റിയതെന്നും കൂടെ പറയണം. ആഫ്റ്റർ ഐ ഡിക്ലെയർ ദി ആൻസർ. അഭിനവ് 10 എത്തി കേട്ടോ. അഭിനവ് 10 എത്തി. പോരട്ടെ. കമാൺ. ആരോൺ 10 എത്തി. അനില 5. ആരതി 10. 10ആയി. പോരട്ടെ, ഫാസ്റ്റ്. 3-4 പേര് 10ലേക്ക് എത്തി കേട്ടോ. 3-4 പേര് 10ലേക്ക് എത്തി. Now I think I can write the answers. Right. ഞാൻ ആൻസർ എഴുതാൻ പോകുന്നു. രണ്ടാമത്തേത് ഡെൽറ്റ എൻ. ഇവരെ രണ്ടുപേരെയും കൺസിഡർ ചെയ്യേണ്ട, സോളിഡ് ആണ്. 1 - 0. സോ ഡെൽറ്റ എൻ ഈസ് 1. സോ KP = KC × RT again. ഡെൽറ്റ എൻ 1 ആണ്. മൂന്നാമത്തേത് ഇയാള് വേണ്ട. 0 - 2 + 1 3. അപ്പൊ ഇവിടെ -3 എന്ന് വരും. സോ യു ഗെറ്റ് KP = KCRT പവർ -3 എന്ന് വരും. ഓർ KC = KPRT പവർ 3 എന്ന് വരും. തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും കേട്ടോ. KP = KCRT പവർ -3 or KC = KPRT പവർ 3. നാലാമത്തേത്
2 minus 2 0 എന്നാണ്. ദാറ്റ് ഈസ് കെ പി ഈക്വൽ ടു കെ സി ആർ ടി റേസ് ടു 0. അഞ്ചാമത്തേത് സെയിം 0 ആണ് വരിക. സോ ഇറ്റ് ഈസ് കെ പി ഈക്വൽ ടു കെ സി. ആറാമത്തേത് ഇയാള് വേണ്ട ലിക്വിഡ് ആണ്, ഇയാള് വേണ്ട സോളിഡ് ആണ്. അപ്പൊ ഇത് മാത്രം എടുത്താൽ മതി. 3 minus 1 എന്ന് പറയുമ്പോൾ 2 എന്ന് വരും. 2. സോ ഇറ്റ് ഈസ് കെ പി ഈക്വൽ ടു കെ സി ആർ ടി സ്ക്വയർ എന്ന് വരും. കെ പി ഈക്വൽ ടു കെ സി ആർ ടി സ്ക്വയർ എന്ന് വരും. ഏഴാമത്തേത് അഗൈൻ 2 minus 2 0 എന്നാണ് കിട്ടുക. യു ഗെറ്റ് കെ പി ഈക്വൽ ടു കെ സി. എട്ടാമത്തേത് 2 minus 3 ആണ്. സോ ഇറ്റ് ഈസ് -1 എന്ന് വരും. കെ പി ഈക്വൽ ടു കെ സി ആർ ടി റേസ് ടു -1. ദാറ്റ് ഈസ് കെ പി ഈക്വൽ ടു കെ സി ബൈ ആർ ടി എന്നാവാം. കെ സി ഈക്വൽ ടു കെ പി ആർ ടി എന്നും വരാം അല്ലെ. കെ പി ഈക്വൽ ടു കെ സി ആർ ടി പവർ -1, അതായത് കെ പി ഈക്വൽ ടു കെ സി ബൈ ആർ ടി ഓർ കെ സി ഈക്വൽ ടു കെ പി ആർ ടി അങ്ങനെ വരും. ഇനി ഒൻപതാമത്തേത് 2 minus 1 ആണ്. സോ ഇറ്റ് ഈസ് കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി എന്ന് വരും. ആൻഡ് ഫൈനലി പത്താമത്തേത് 2 minus 3 ആണ്. 2 minus 3 -1 ഇത് വന്നതുപോലെ വരും. ദാറ്റ് ഈസ് കെ പി ഈക്വൽ ടു കെ സി ആർ ടി പവർ -1 എന്ന് വരും. യെസ്, എല്ലാം ശരിയായവര് ദിയ 4 5 7 9 0 എന്ന് 4 5 7 9 0 അല്ല കേട്ടോ മുത്തേ. ദിയ 9 0 അല്ല കേട്ടോ. 9 0 അല്ല. ഏതൊക്കെയാ 0 വന്നത്? 4 0 ആണ്, 5 0 ആണ്, 7 0 ആണ്. 9 0 അല്ല. എല്ലാം ശരിയായവരൊന്ന് പറയണം. തെറ്റിയവര് ഏതാണ് തെറ്റിയത് എന്നൊന്ന് മെൻഷൻ ചെയ്യാം. എല്ലാം ശരിയായവര് പറയാ. തെറ്റിയവര് എല്ലാം ശരിയായവരെന്ന് വെച്ചാൽ ഡെൽറ്റ എൻ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ. എക്സ്പ്രഷൻ എഴുതിയ ഡെൽറ്റ എൻ കണ്ടുപിടിച്ച് എക്സ്പ്രഷൻ എഴുതി ഫുൾ ശരിയായവരൊന്ന് റിപ്പോർട്ട് ചെയ്യുക. തെറ്റിയവരുണ്ടെങ്കിൽ ഏതാണ് തെറ്റിയത് എന്ന്, സാർ 5 തെറ്റി, 4 തെറ്റി, 3 തെറ്റി, 7 തെറ്റി, അതും കൂടെ ഒന്ന് പറയാം. അനുഗ്രഹ എല്ലാം കറക്റ്റ് ആയി സാർ, വെരി ഗുഡ്. ആരോൺ വെരി ഗുഡ്. അഭിനവ് വെരി ഗുഡ്. അഭിനവ് 9 തെറ്റി അല്ലേ? 9 തെറ്റി. 2NO2 2 കണ്ടില്ല. കണ്ണ് കുത്തിപ്പൊട്ടിക്കും ഞാൻ കേട്ടോ. 2NO2 2 കണ്ടില്ല എന്ന്. അതെ, അത് തന്നെയാണ് ദിയയ്ക്കും പറ്റിയത് കേട്ടോ. ദിയയ്ക്ക് എങ്ങനെയാണോ 9 തെറ്റിയെന്ന് മനസ്സിലായോ? ദിയയുടെ 9 തെറ്റിയത് അഭിനവിന്റെ മെസ്സേജ് കണ്ടാൽ അറിയാം. ദിയയുടെ 9 തെറ്റാൻ കാരണം അതേ കാരണം തന്നെയാണ്. 2 കണ്ടില്ല. ആ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. യെസ്. ആതിര എല്ലാം കറക്റ്റ്, വെരി ഗുഡ്. ആരതി കറക്റ്റ്. യെസ്. അഭിനവിന്റെ ഒരെണ്ണം തെറ്റി. തെറ്റിയവരൊന്ന് റിപ്പോർട്ട് ചെയ്യും മക്കളെ. തെറ്റിയവരൊന്ന് റിപ്പോർട്ട് ചെയ്യ. വേഗം വാ. തെറ്റിയത് അഭിനവ് പറഞ്ഞതുപോലെ ക്ലിയർ ആയിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കാമോ? അഭിനവിന്റെ ആ റെസ്പോൺസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. തെറ്റി എന്ന് മാത്രമല്ല, എവിടെയാണ് തെറ്റിയത് എന്ന് കൃത്യമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന് മെസ്സേജ് ചെയ്യാമോ മക്കളെ? ദിയ, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ ദിയ? നിന്റെ തെറ്റിയത് അങ്ങനെ തന്നെയല്ലേ? അഭിനവിന്റെ തെറ്റിയ അതേപോലെയല്ലേ നിന്റെയും തെറ്റിയത്? ഒന്ന് പറഞ്ഞോടാ. യെസ്. പ്രദീപ് ലക്ഷ്മൺ 2 3 തെറ്റി. 2 3 തെറ്റി. എന്തുട്ടാടോ ഇത്? ഇവിടെ ഞാൻ പറഞ്ഞില്ലേ സോളിഡ് അല്ലേ ഇത്? ഇത് രണ്ടും സോളിഡ് അല്ലേ? ഗ്യാസ് മാത്രമല്ലേ എടുക്കാൻ പാടുള്ളൂ. 3-ൽ എങ്ങനെ തെറ്റിയേ? ലിക്വിഡ് തെറ്റിച്ചിട്ടുണ്ടാവും അല്ലേ? 3-ൽ ലിക്വിഡ് തെറ്റിച്ചിട്ടുണ്ടാവും. യെസ്. പ്രദീപിന്റെ 2ഉം 3ഉം തെറ്റിയത് ആ സോളിഡും ലിക്വിഡും ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് എന്ന് ഞാൻ ഊഹിക്കുന്നു. കമോൺ പ്ലീസ്. യെസ്. ദിയ 9 തെറ്റി. ദിയയുടെ 9 തെറ്റി. അത് പറഞ്ഞല്ലോ. 9 തെറ്റാൻ കാരണം ആ 2 കാണാഞ്ഞിട്ടാവാം ചിലപ്പോ എന്ന് തോന്നുന്നു എനിക്ക്. എന്തായാലും കുറെ പേരുടെ 10 എണ്ണം ശരിയായി. കുറച്ച് പേരുടെ 1-2 എണ്ണം തെറ്റിയിട്ടുണ്ട്. യാതൊരു പ്രശ്നവുമില്ല.
ഇതുപോലത്തെ ധാരാളം ചോദ്യങ്ങൾ, എക്സർസൈസ് നിങ്ങളുടെ മുന്നിലെത്തും. അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എക്യുപ്പ് യുവർ സെൽഫ് സഫീഷ്യൻ്റ്ലി, മേക്ക് യുവർ സെൽഫ് പ്രൊഫഷണൽ ഹാൻഡിലിംഗ് ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അത് ഒന്ന് ആശയമൊക്കെ നമുക്ക് മനസ്സിലാവും, പക്ഷെ തെറ്റിക്കുന്നു. കാരണം നമുക്ക് തെറ്റിക്കാനുള്ള ഒരു പ്രവണത വളരെ കൂടുതലാണല്ലോ. എന്തൊക്കെ നമ്മൾ പരിശ്രമിച്ചാലും തെറ്റിക്കാൻ എന്തെങ്കിലും ഒരു കുഞ്ഞു സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യതയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. മനസ്സിലായോ? നമുക്ക് തെറ്റിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു വഴി തുറന്നിടും. മനസ്സിലായോ? വലിയ വഴി അവിടെ കിടക്കുന്നുണ്ടാവും. അത് നമ്മുടെ വി ആർ പ്രോൺ ടു ദാറ്റ്. ഞാൻ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് ഈസ് ക്വൈറ്റ് ഹ്യൂമൻ. ശരിയായ സഞ്ചരിക്കാൻ നല്ലൊരു വഴി അവിടെ കിടക്കുമ്പോഴും തെറ്റിക്കാൻ ഒരു കുഞ്ഞു വഴി കാണുമ്പോൾ അതിലൂടെ പോകാൻ നമുക്കൊരു ടെംപ്റ്റേഷനാണ്. റൈറ്റ്? അത് ഈ കോൺസെപ്റ്റുകളിൽ മിക്കവാറും അത് സംഭവിക്കുന്നത് അശ്രദ്ധ കൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിക്കാണ്ടെയാണ് തെറ്റിക്കുക. അപ്പൊ നമ്മളത് ബോധപൂർവം നമ്മൾ അതിലേക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, സഫിഷ്യന്റ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് തെറ്റില്ല. കേട്ടോ? യെസ് അനില, എല്ലാം കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ തെറ്റിക്കാൻ പല പല കുനിഷ്ടുകളുമായിട്ട് നമ്മുടെ മുന്നിൽ ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങളെല്ലാം നല്ലൊരു പുഞ്ചിരിയോടുകൂടി നേരിടാൻ എല്ലാവരും തയ്യാറെടുക്കുക. കാരണം ഈ ചാപ്റ്ററിലെ ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ചോദിച്ചാൽ അത് ഇതാണ്. തെർമോഡൈനമിക്സിൽ അതുപോലെ തന്നെ ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഡെൽറ്റ എച്ച് ഡെൽറ്റ യു കമ്പാരിസൺ. അതേപോലെയാണ് ഇവിടെയും KP KC വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. യെസ്, ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നമ്മുടെ അടുത്ത ടോപ്പിക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, അതാണ് നമ്മുടെ അടുത്ത ഒരു ടോപ്പിക്ക്. വളരെ ഒരുപക്ഷെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത അതുപോലെ തന്നെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഒരു പടി മുകളിലേക്ക് എന്നേ പറയാനുള്ളൂ. ഇപ്പൊ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എങ്ങനെയാണോ അതേപോലെ തന്നെ, അല്ലെങ്കിൽ അതിലും ഒരു പടി മുകളിലോട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇനി പറയാൻ പോകുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇതിൽ നമുക്കൊരു 3 കേസ് നന്നായിട്ട് മനസ്സിലാക്കുക. 3 കേസ് നന്നായിട്ട് മനസ്സിലാക്കുക. എന്താണ് 3 കേസ്? കേസ് 1. എന്താണ് കേസ് 1? സപ്പോസ് യു ഹാവ് എൻ ഇക്വിലിബ്രിയം R കൺവേർട്ടഡ് ടു P അറ്റ് ഇക്വിലിബ്രിയം. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ആണെന്ന് വിചാരിക്കുക. Then what is the equilibrium constant for the reaction P converted to R? ഇതിന്റെ equilibrium constant K dash related to K. ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണ്? R giving P എന്ന റിയാക്ഷന്റെ equilibrium K ആണെങ്കിൽ P giving R എന്ന് പറയുന്ന റിയാക്ഷന്റെ equilibrium constant എന്തായിരിക്കും? R giving P എന്ന് പറയുന്ന റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ആണെങ്കിൽ P giving R എന്ന് പറയുന്ന റിയാക്ഷന്റെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈൻഡ് ഫ്രം ഐദർ സൈഡ്. ഇക്വിലിബ്രിയം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടും അറ്റൈൻ ചെയ്യാം, ഇവിടുന്ന് ഇങ്ങോട്ടും അറ്റൈൻ ചെയ്യാം. അപ്പൊ ഇക്വിലിബ്രിയം സ്റ്റാർട്ട് ചെയ്യുന്ന റിയാക്ഷൻ ഇങ്ങനെയാണ് എങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K, ഇങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ഡാഷ്. K ഡാഷും Kയും തമ്മിലുള്ള ബന്ധം എന്താണ്? K ഡാഷ് is equal to 1/K. So the point is, when you reverse a reaction, K becomes 1/K. ഒരു റിയാക്ഷനെ തിരിച്ചിട്ടാൽ K എന്താവും? 1/K എന്നാവും.
For example, N2 plus 3H2 giving 2NH3. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ആണെന്ന് വിചാരിക്കാം. ചോദ്യം, അണ്ടർ ഐഡന്റിക്കൽ കണ്ടീഷൻ വാട്ട് ഈസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദിസ് റിയാക്ഷൻ? ഇതാണ് ചോദ്യം. ഈ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തായിരിക്കും? ഇറ്റ് ഈസ് K ഡാഷ് ഈക്വൽ ടു 1/K. ഇതാണ് പറഞ്ഞു വരുന്നത്. അണ്ടർ ഐഡന്റിക്കൽ കണ്ടീഷൻ when you reverse the reaction, K becomes 1/K. ഇതാണ് കേസ് 1. ഇതാണ് കേസ് 1. So when you reverse a reaction, K becomes 1/K. This is case 1. Simple ആണെന്ന് വിചാരിക്കുന്നു. P gives P അല്ല, അയ്യോ അത് തെറ്റിപ്പോയതാ. P gives R, അത് തെറ്റിപ്പോയതാ, കറക്റ്റ് ചെയ്യൂ. R giving P, K ആണെങ്കിൽ P giving R, K ഡാഷ്. അത് ഞാൻ എഴുതിയത് തെറ്റിപ്പോയതാ കേട്ടോ. യെസ് ആരോൺ, P giving P എങ്ങനെയാ എന്നല്ല ചോദിക്കേണ്ടത്. സാർ ആ റൈറ്റ് സൈഡിലെ P R ആക്കൂ എന്നാണ് പറയേണ്ടത് കേട്ടോ. എക്സാക്ട്ലി അഭിനവ്, എക്സാക്ട്ലി. ആരോൺ ആ റൈറ്റ് സൈഡിലെ P അല്ല സാർ R ആക്കൂ എന്ന് പറയണം കേട്ടോ. ബിക്കോസ് യു ആർ എലിജിബിൾ ടു ഗീവ് ദാറ്റ് കറക്ഷൻ. ഗുഡ്. തെറ്റിപ്പോയതാണ്, എഴുതിയത് തെറ്റിപ്പോയതാ. അപ്പൊ ഇത് ക്ലിയർ അല്ലേ മക്കളെ? കേസ് 1 എല്ലാവർക്കും ക്ലിയർ അല്ലേ? കേസ് 1 എല്ലാവർക്കും ക്ലിയർ അല്ലേ? എന്താ കേസ് 1? ഒരു റിയാക്ഷൻ തിരിച്ച് എഴുതിയാൽ അണ്ടർ ഐഡന്റിക്കൽ കണ്ടീഷൻ ഒരു റിയാക്ഷൻ റിവേഴ്സ് ആയിട്ട് എഴുതിയാൽ K ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റെസിപ്രോക്കൽ ആയിട്ട് മാറും. ഇതാണ് കേസ്. യെസ്. അടുത്തത് കേസ് 2. അടുത്തത് കേസ് 2. കേസ് 2 എന്താണ്? കേസ് 2 എ റിയാക്ടന്റ് R കൺവേർട്ടഡ് ടു പ്രോഡക്റ്റ് P. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ആണെന്ന് വിചാരിക്കാം. Then N times R giving N times P. What is the equilibrium constant? ഒരു റിയാക്ഷനെ N ടൈംസ് എടുത്താൽ, ഒരു റിയാക്ഷനെ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 മോൾ R giving 1 മോൾ P. അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ആണെങ്കിൽ N ടൈംസ് R giving N ടൈംസ് P. അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. എന്തായിരിക്കും? K ഡാഷ് ഈക്വൽ ടു എന്തായിരിക്കും? K ഡാഷ് ഈക്വൽ ടു K റേസ് ടു N എന്നായിരിക്കും. K റേസ് ടു N എന്നായിരിക്കും. ഇതിന് ഏതിനെങ്കിലും പ്രൂഫ് വേണമെങ്കിൽ പറയണം കേട്ടോ. ഈ കേസിന് പ്രൂഫ് വേണമെങ്കിൽ പറയണം. ഒന്നാമത്തെ കേസിന് പ്രൂഫ് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഐ വിൽ ഗീവ്. ഈ ഫസ്റ്റ് കേസിന് പ്രൂഫ് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. ഐ എം റെഡി ടു ഗിവ് യു പ്രൂഫ്. നമ്മൾ പഠിക്കുന്നത് സയൻസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താ തെളിവ് എന്ന് ചോദിക്കാവുന്നതേ ഉള്ളൂ. ധൈര്യത്തിൽ ചോദിക്കുക. അപ്പൊ പ്രൂഫ് ആവശ്യമുള്ളവർ പറയുക. ഐ വിൽ ഗിവ് യു ദ പ്രൂഫ്. റൈറ്റ്. സോ ദിസ് ഈസ് കേസ് 1. ഇനി പ്രൂഫിനൊന്നും പ്രസക്തിയില്ല. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ്. അതുകൊണ്ട് പ്രൂഫിന് പ്രസക്തിയില്ല. ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. യെസ്. അപ്പോ കേസ് 1 റിയാക്ഷൻ തിരിച്ചിട്ടാൽ K 1/K ആവും. കേസ് 2 ഒരു റിയാക്ഷനെ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ K റേസ് ടു N ആയിട്ട് മാറും. You are welcome for asking proof if required. അപ്പൊ നോക്കൂ മക്കളെ, N2 plus 3H2 giving 2NH3. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ആണെന്ന് വിചാരിക്കാം. ഓക്കെ. വാട്ട് ഈസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻ?
half N2 plus 3/2 H2 giving NH3. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തായിരിക്കും? ഒന്ന് പറയാമോ? ഒന്ന് പറയാമോ? ഈ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ആണെങ്കിൽ ഈ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്തായിരിക്കും? അനില, വെരി ഗുഡ്. അഭിനവ്, വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ. ഇറ്റ് ഈസ് K raised to half, അതായത് റൂട്ട് K. It is nothing but K dash is equal to K raised to half എന്ന് വെച്ചാൽ റൂട്ട് K. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. ആരോൺ, കറക്റ്റ്, കറക്റ്റ്. കാരണം എന്താണോ നമ്മൾ ഇവിടെ ചെയ്തത്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ എന്താ ചെയ്തത്? ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? നമ്മൾ എന്താ ചെയ്തത്? ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 1 മോൾ ആണ്, ഇവിടെ ഹാഫ് ആയി. ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 3 ആണ്, ഹാഫ് എടുത്തു, 3/2. 2 ആണ്, ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 1 ആയി. സോ ഈ ഇക്വേഷനും ഈ ഇക്വേഷനും തമ്മിൽ എന്താ ബന്ധം? The second equation is half multiplied with the first. ഫസ്റ്റ് ഇക്വേഷനെ ഹാഫ് ചെയ്തതാണ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ എന്തായിട്ട് മാറും? K dash is equal to K raised to N. K raised to N. ഇവിടെ N എന്ന് വെച്ചാൽ ഹാഫ് ആണ്. N എന്ന് വെച്ചാൽ ഹാഫ് ആണ്. So it is K raised to half എന്ന് വെച്ചാൽ റൂട്ട് K. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. അതേസമയം ഇതാണ് ഇക്വേഷൻ എങ്കിലോ 2N2 plus 6H2 giving 4NH3 ഇതാണെങ്കിലോ എന്ത് വരും? K dash dash. ഇതിന്റെ വാല്യൂ K. അപ്പൊ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? K square. Very good, very good, very good, very good. It will be K square. കാരണം ഇത് ഇൻറ്റു 2 ആണ്, ഇതിന്റെ ഡബിൾ ആണ് ഇത്. So when you multiply an equation with n value, the new K will be K raised to n. So ഈ റിയാക്ഷന്റെ K വാല്യൂ K എന്നാണെങ്കിൽ ഈ റിയാക്ഷന്റെ K എന്തായിരിക്കും? K raised to n ആയിരിക്കും. പ്രൂഫ് ഒന്നും വേണ്ടല്ലോ അല്ലേ? വേണോ? പ്രൂഫ് വേണോ? വേണ്ടല്ലോ. അപ്പോ ഒന്നാമത്തെ കേസ് റിയാക്ഷനെ തിരിച്ചിടുക. അപ്പോ K 1/K ആയിട്ട് മാറും. രണ്ടാമത്തെ കേസ് റിയാക്ഷനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ K raised to n ആയിട്ട് മാറും. ഇനി മൂന്നാമത്തെ അവസാനത്തെ കേസ്. 3 കേസ് മനസ്സിലാക്കിയാൽ മതി. അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ കേസിലേക്ക് പോകുന്നു കേട്ടോ. മൂന്നാമത്തെ കേസിലേക്ക് പോകുന്നു. ഇതിൽ ആർക്കും സംശയമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഈ ഇക്വേഷൻ K ഇതിന്റെ ഹാഫ് ആണ് ഇവിടെ. അപ്പൊ K raised to half. ഇതിന്റെ ഡബിൾ ആണ് ഇവിടെ, K raised to 2. അടുത്തത് കേസ് 3. കേസ് 3. Suppose you have a reaction R converted to P. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ആണെന്ന് വിചാരിക്കാം. And this reaction happens in multiple steps. ഈ റിയാക്ഷൻ ഒരു മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. ഇറ്റ് ഈസ് എ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. അതെങ്ങനെ നടക്കുന്നു? സ്റ്റെപ്പ് 1 R is converted to A, where the equilibrium constant is K1. Step 2 A is converted to B, equilibrium constant K2. And step 3 B is converted to final product, equilibrium constant K3. Then what is the relationship between K versus K1, K2, K3? ഒരു റിയാക്ഷൻ, ഒരു ഓവറോൾ റിയാക്ഷൻ മൾട്ടി സ്റ്റെപ്പ് പ്രോസസ് ആണ് എന്ന് കരുതുക.
നമുക്കൊരു റിയാക്ഷൻ ഉണ്ട്, റിയാക്ടന്റ് കൺവേർട്ടഡ് ടു പ്രോഡക്റ്റ് എന്നൊരു റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷൻ 2-3 സ്റ്റെപ്സ് ആയിട്ടാണ് നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ RA ആയിട്ട് മാറി, അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1. രണ്ടാമത്തെ സ്റ്റെപ്പിൽ AB ആയിട്ട് മാറി, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K2. മൂന്നാമത്തെ സ്റ്റെപ്പിൽ B ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് മാറി, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K3. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ K1, K2, K3 വേഴ്സസ് ഓവറോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്? യെസ്, ആൻസർ വന്നു അഭിനവ്. K ഈക്വൽ ടു K1 പ്ലസ് K2 പ്ലസ് K3. ആരതി K ഈക്വൽ ടു K1 ഈക്വൽ ടു K2 പ്ലസ് K3. ആരതി അതാണോ ഉദ്ദേശിച്ചത്, അതോ അഭിനവ് പറഞ്ഞതുപോലെയാണോ? അപ്പൊ അഭിനവ് പറഞ്ഞതുപോലെ തന്നെയാണോ ഉദ്ദേശിച്ചത്? K ഈക്വൽ ടു K1 പ്ലസ് K2 പ്ലസ് K3 എന്നാണോ ഉദ്ദേശിച്ചത്? ആരോൺ, K ഈക്വൽ ടു K1 പ്ലസ് K2 പ്ലസ് K3. 2-3 പേരുടെ ഉത്തരം എത്തിയിട്ടുണ്ട്. ഐ ഹോപ്പ് ആരതി മെയ്ഡ് എ ടൈപ്പിംഗ് എറർ. ഉദ്ദേശിച്ചത് അത് തന്നെയാണ്, K1 പ്ലസ് K2 പ്ലസ് K3. യെസ്, വേറെ ആരും ഒന്നും മിണ്ടുന്നില്ല. ആ മിണ്ടാതിരിക്കുന്ന കുട്ടികൾ ഉറക്കത്തിലല്ല എന്ന് വിശ്വസിക്കുന്നു. യെസ്, ആൻഡ് ദി ആൻസർ ഈസ് K ഈക്വൽ ടു K1, K2, K3 പ്ലസ് അല്ല ഇൻറ്റു ആണ് കിട്ടും. പ്ലസ് അല്ല ഇൻറ്റു ആണ്. Overall K is equal to the product of equilibrium constant of individual steps. If a reaction happens in multiple steps, the overall equilibrium constant is equal to product of individual equilibrium constants. Sum alla. Proof വേണോ? പ്രൂഫ് വേണം സർ. പ്രൂഫ് പിടിച്ചോളോ. K എന്ന് വെച്ചാൽ എന്താ മക്കളെ? K എന്ന് വെച്ചാൽ എന്താണ്? ഹോപ്പ് യു അഗ്രി ഇറ്റ് ഈസ് P/R. ഇതല്ലേ K എന്ന് വെച്ചാൽ P/R. ഓക്കെ. K1 എന്ന് വെച്ചാൽ എന്താണ്? K1 എന്ന് വെച്ചാൽ A/R. K1 ഈസ് A/R. നോക്കൂ, K എന്ന് വെച്ചാൽ എന്താണ്? P/R. K1 എന്ന് വെച്ചാൽ എന്താണ്? A/R. K2 എന്ന് വെച്ചാൽ എന്താണ്? K2 B/A. K2 എന്ന് വെച്ചാൽ B/A. ഇനി K3 എന്ന് വെച്ചാൽ എന്താണ്? K3 എന്ന് വെച്ചാൽ P/B. K3 എന്ന് വെച്ചാൽ P/B. ഇനി നോക്കിയേ, സമ്മാണോ പ്രോഡക്റ്റ് ആണോ? നിങ്ങൾ പറ, സമ്മാണോ പ്രോഡക്റ്റ് ആണോ? ദിസ് ഈസ് ഈക്വൽ ടു സമ്മാണോ പ്രോഡക്റ്റ് ആണോ? പ്രോഡക്റ്റ് അല്ലേ വരണ്ടേ? അല്ലേ? നോക്ക്, എയും ക്യാൻസൽ ആയി, ബിയും ക്യാൻസൽ ആയി. യു ഗെറ്റ് P/R. ആരതി ക്ലിയർ ആണോ? So overall equilibrium constant, yes, good. Overall equilibrium constant is equal to product of equilibrium constants of individual steps. അപ്പോൾ 3 കേസ് എല്ലാവരും ഒന്ന് ചിന്തിക്കാം. 3 കേസ് എല്ലാവരും ഒന്ന് ആലോചിക്കാം. സർ, അപ്പോൾ സം വരുന്ന കേസ് ഏതാണ്? സം വരുന്ന കേസ് ഇല്ല. ഇല്ല. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ സം വരുന്ന കേസ് ഇല്ല. ഇതേ ഉള്ളൂ, 3 കേസേ ഉള്ളൂ. 3 കേസ്. കേസ് 1, ഒരു റിയാക്ഷൻ തിരിച്ച് എഴുതിയാൽ K 1/K ആയിട്ട് മാറും.
റിയാക്ഷൻ 2 ഒരു റിയാക്ഷൻ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ k raised to n ആയിട്ട് മാറും. റിയാക്ഷൻ 3 if you have an overall reaction which is divided into 4 steps or 3 steps, the overall equilibrium constant is equal to the sum of individual steps. Sorry, product of individual steps. K is equal to K1 into K2 into K3. അനില സം വരുന്ന ഒരു കേസ് ഇല്ല മുത്ത്, ഈ 3 കേസേ ഉള്ളൂ, കഴിഞ്ഞു. സം എവിടെ വരുന്നതെന്ന് അറിയാമോ? അത് നമ്മൾ പഠിച്ചത് തെർമോഡൈനമിക്സിൽ. ഒരു ഓവറോൾ റിയാക്ഷന്റെ എനർജി എക്സ്, അതിന്റെ 3 സ്റ്റെപ്സിന്റെ എനർജി എ ബി സി ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. അത് കേസ് മാറി, എനർജിയാണ്. ഒരു ഓവറോൾ റിയാക്ഷന്റെ എനർജി ഇൻഡിവിജ്വൽ സ്റ്റെപ്സ് എനർജിയുടെ സം ആയിരിക്കും. അത് വേറെ, ഇത് വേറെ. യെസ് അഭിജിത്ത്, ഹേയ്, ഒരു കോളർ, ഒരു കണ്ണ്, ആരാണാവോ? എന്തായാലും ഒരു ഹൈ പറഞ്ഞേക്കാം. യെസ് മക്കളെ, ഇത് ഓക്കെ അല്ലടാ? ഇത് ഓക്കെ അല്ലേ? ആരതി സർ, അപ്പോ ഹെസ്സസ് ലോ എനർജി മാത്രമാണോ അപ്ലിക്കബിൾ? അബ്സല്യൂട്ട്ലി, അബ്സല്യൂട്ട്ലി. ഹെസ്സസ് ലോ ഈസ് നത്തിങ് ബട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഹെസ്സസ് ലോ ഈസ് നത്തിങ് ബട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് ആൻസർ പറയൂ. യു ഹാവ് പി converted to Q where K1 equal to 10. Q converted to R, K2 equal to 7, and R converted to S, K3 equal to 0.7. I want to know what is the equilibrium constant for the reaction half S converted to half P. ഇതാണ് ചോദ്യം. Let me see if somebody get the answer. ഒരു റിയാക്ഷൻ P to Q, K1 10, Q to R, K2 7, R to S, K3 0.7. എങ്കിൽ ഹാഫ് എസ് ഗിവിംഗ് ഹാഫ് പി, ഇതിന്റെ കെ വാല്യൂ എന്തായിരിക്കും? ഉത്തരം എത്തിയില്ല, ഉത്തരം വന്നില്ല, ഉത്തരം കിട്ടിയില്ല. യെസ് പ്രദീപ് ലക്ഷ്മൺ 7. ആരത്തി റൂട്ട് 1/49 എന്ന് പറയുമ്പോൾ റൂട്ട് 1/7. ആരത്തി റൂട്ട് 1/49 എന്ന് പറയുമ്പോൾ 1/7. അപ്പൊ 7 1/7, ആരോൺ 7. പോരട്ടെ. അഭിനവ് റൂട്ട് 49 എന്ന് പറയുമ്പോൾ 7. അഭിനവ് 7. അനില 49 റേസ് ടു ഹാഫ് എന്ന് വെച്ചാൽ റൂട്ട് 49 എന്ന് വെച്ചാൽ 7. പോരട്ടെ. അഭിനവ് ആൻസർ മാറ്റിയിരിക്കുന്നു, 1/7 പോയി അവൻ. വിജുഷ 1/7. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ്, മക്കളെ നോക്കിക്കോ, കറക്റ്റ് ആൻസർ നോക്കിക്കോ. P to Q, Q to R, R to S, K1, K2, K3. Therefore P to S
P2S, K equal to K1 into K2 into K3 എന്ന് വെച്ചാൽ 10 into 7 into 0.7 എന്ന് വെച്ച് കഴിഞ്ഞാൽ 49. ഇതാണ് K, ഐ മീൻ P2S. P2S. അങ്ങനെയാണെങ്കിൽ എസ് ടു പി എന്തായിരിക്കും? എസ് ടു പി എന്ത് വരും? ഇതിനെ നമുക്ക് കെ ഡാഷ് എന്ന് കൊടുക്കാം, ഇതിനെ നമുക്ക് കെ ഡാഷ് ഡാഷ് എന്ന് കൊടുക്കാം. എസ് ടു പി എന്ത് വരും? 1/49 വരും. എനിക്ക് വേണ്ടത് ഹാഫ് എസ് ടു ഹാഫ് പി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റൂട്ട് ആയിരിക്കും ആൻസർ. ആൻഡ് ദി ഫൈനൽ ആൻസർ കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ഡാഷ് ഡാഷ് എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 1/49 എന്ന് വെച്ചാൽ 1/7. ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ. that is the final answer. എല്ലാവർക്കും പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്ക്, ഇത് K1 K2 K3. സോ P2S എന്ത് വരും? K1 into K2 into K3 49 എന്ന് കിട്ടും. അപ്പൊ S to P എന്തായിരിക്കും? 1/49 ആയിരിക്കും. അപ്പൊ ഹാഫ് എസ് ഗിവിംഗ് ഹാഫ് പി എന്തായിരിക്കും? ഇതിന്റെ റൂട്ട് ആയിരിക്കും, അതായത് 1/7 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളെ കാത്ത് പല സ്ഥലങ്ങളിലായിട്ട് കിടപ്പുണ്ട്. അവരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുക, കേട്ടോ. അവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുക. റൈറ്റ്? യെസ്. നമ്മുടെ സമയം ഏതാണ്ട് കഴിയാറായിരിക്കുന്നു. നാളെ ഒരു വിശേഷ ദിവസമാണ്, എല്ലാവർക്കും അറിയാം. നാളെ ദീപാവലിയാണ്, അല്ലേ? തിന്മയുടെ പുറത്ത് നന്മ നേടിയ വിജയത്തിൻ്റെ ആഹ്ലാദം നടക്കുന്ന ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് ദീപാവലി. നാളെ ദീപാവലിയാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് തടസ്സം നിൽക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, തെറ്റായിട്ടുള്ള എന്തൊക്കെ പ്രവണതകൾ നമ്മളിലുണ്ടോ, അതിൽ കുറച്ചെണ്ണമെങ്കിലും തിരിച്ചറിഞ്ഞ് അതിനെ എടുത്ത് വലിച്ചെറിയാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പഠനത്തെ തടസ്സപ്പെടുത്തുന്ന, നമ്മുടെ ലക്ഷ്യം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നീങ്ങുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിനെ നമുക്ക് മൊമെന്ററി ഇൻഫാക്ച്വേഷൻസ് എന്ന് വിളിക്കാം. അതൊക്കെ പരമാവധി കണ്ടെത്തി അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുക, അതിനെ തന്നിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുക. കൂടുതൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഉള്ള യാത്രയിൽ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ചിന്താഗതിയിലേക്ക് മാറാൻ മക്കളെല്ലാവരും ഒന്ന് ശ്രമിക്കുക. ആ നെഗറ്റിവിറ്റീസ് കുറേയെങ്കിലും എടുത്ത് തൂത്തു കളയാൻ എല്ലാവരും ശ്രമിക്കുക. കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നാളെ ദീപാവലി ഹോളിഡേ ആണ്. നാളെ നമുക്ക് ക്ലാസ് ഇല്ല, കേട്ടോ. അപ്പൊ നാളെ നമുക്ക് ഈ ക്ലാസ് അവധിയായിരിക്കും എന്ന് വെച്ചിട്ട് അതങ്ങ് ആഘോഷിക്കണം എന്നില്ല. പഠിക്കാൻ വേണ്ടി പരമാവധി സമയം വിനിയോഗിക്കുക. ഓഫ് കോഴ്സ് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്, അതും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. പക്ഷെ അതിനൊരു പരിമിതിയിൽ നിർത്തിക്കൊണ്ട് കൂടുതൽ സമയം പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഉന്നതമായിട്ടുള്ള വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. നന്നായിട്ട് പഠിക്കണം, കേട്ടോ. അപ്പം നമുക്ക് ക്ലാസ് നിർത്താൻ സമയമായിരിക്കുന്നു. നിർത്തിയാലോ? നിർത്താം. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു, നാളെ നമുക്ക് ഈ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, നാളെ അവധിയായിരിക്കും, കേട്ടോ. പ്ലീസ് മേക്ക് എ നോട്ട് ഓൺ ടു ആൻഡ് വിഷ് യു ഓൾ എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ദീപാവലി. റൈറ്റ്? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. റൈറ്റ്? യെസ്. ലവ് യു ഓൾ. അപ്പോൾ നമുക്ക് നിർത്താം. ഓക്കെ, ഗുഡ് നൈറ്റ്. സി യു. ബൈ.